ഹായ് ഹലോ. ആദിയുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലിന് കൊടുത്തുവിടാൻ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനായി ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് മാറ്റി വയ്ക്കാം. ശേഷം ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, പച്ചമുളക്, മല്ലിയില എന്നിവ നുറുക്കി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക് എന്നിവ നന്നായി വഴറ്റുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നുറുക്കി വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും അതിലേക്ക് ചേർത്ത് വഴറ്റാവുന്നതാണ്. ഞങ്ങളിവിടെ പച്ചക്കറി ചെറുതായി വേവിച്ചാണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം മസാലക്കൂട്ടുകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല എന്നിവ അതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റാം. ശേഷം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് നുറുക്കി വെച്ചിരിക്കുന്ന മല്ലിയില അതിലേക്ക് ചേർക്കുക. നമുക്ക് കുറച്ച് നേരം മസാല തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മസാലയും പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുമായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി കൈകൊണ്ട് തന്നെ ഉടച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ശേഷം കയ്യിലേക്ക് എണ്ണ തടവി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കാൻ പ്രയാസമുള്ളവർക്ക് ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിലുള്ള ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് അതിലേക്ക് എണ്ണ തേച്ച് ഈ കാണുന്ന ഷേപ്പിലേക്ക് നമുക്ക് കട്ട്ലറ്റിനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞങ്ങൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കി അതിനെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പൗഡർ അതിലോട്ട് ഇട്ട് കോട്ട് ചെയ്ത് തിളച്ച എണ്ണയിലേക്ക് തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ നിറമാവുന്നതുവരെ കട്ട്ലറ്റിനെ വേവിച്ചെടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ കട്ട്ലറ്റ് റെഡിയായിട്ടുണ്ട്. താങ്ക് യു.